ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അത്രയ്ക്ക് സ്പെഷ്യൽ ഡേ ആണെന്ന്. സോ ഐ എം സോ ലക്കി. എൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയെന്ന്. ഇപ്പം നമ്മളുള്ളതെന്ന് വെച്ചാൽ ശാരദാ മന്ദിരം നാഷണൽ ഹൈവേൻ്റെ അടുത്താണ്. ഇന്ന് ബ്രൗൺ ബ്രിക്ക് കഫേ ആൻഡ് ഗ്രില്ലിൻ്റെ ഇനോഗ്രേഷനാണ്. ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീൻസ് ഇത് എൻ്റെ അമ്മച്ചിൻ്റെ പ്രോപ്പർട്ടിയാണ്. അമ്മച്ചി മരിച്ചിട്ട് 9 വർഷമായി. അപ്പം ഇപ്പം ശരിക്കും ഈ ദിവസം അമ്മച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം ഹാപ്പി ആയിരിക്കും. സീരിയസ്ലി മിസ്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. ഇനോഗ്രേഷൻ തുടങ്ങാൻ പോകും 10 മിനിറ്റ്. ഈ ഒരു കഫേയുടെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞ ഒരു 2 months ബിഫോർ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നു, ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മോർണിംഗ് ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അമ്മ പറഞ്ഞു നമുക്കൊരു സ്റ്റാറ്റസ് ഇടണം. അപ്പം അമ്മയുടെ ഒരു പഴയ മെമ്മറി അമ്മ പറഞ്ഞു. ഒരു 55 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു മെമ്മറി. അമ്മച്ചൻ ഇതുപോലെ ഈ അമ്മച്ചൻ്റെ പ്രോപ്പർട്ടീന് അമ്മച്ചൊരു ചെറിയൊരു ടീ ഷോപ്പ് തുടങ്ങിയൊരു മെമ്മറി അമ്മ പറഞ്ഞു. അപ്പം അമ്മ ഇത് നൈറ്റ് മുതൽ പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാക്കാം അമ്മയ്ക്ക് ഈ ദിവസം അത് ആ അമ്മ കഴിച്ച ഒരു വെള്ളപ്പം, പഞ്ചസാരയുടെ ഒരു വെള്ളപ്പത്തിൻ്റെ ഒരു മെമ്മറി ഒക്കെ പറഞ്ഞിട്ട്. സോ എത്രത്തോളം അപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും അമ്മ പറയുന്നുണ്ട് എന്നൊക്കെ. അമ്മമ്മയുടെ അനിയത്തിയുടെ കൂടെ, ബ്രദറിൻ്റെ കൂടെയൊക്കെ അമ്മ പണ്ട് അമ്മച്ചിൻ്റെ കൂടെ ഇവിടെ കഴിച്ചതൊക്കെ. സോ ഇതൊരു വലിയൊരു സംരംഭമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതായി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. തങ്ങൾ പ്രാർത്ഥിച്ചു, എല്ലാവരും ബ്ലെസ്സിങ്സും ഉണ്ട്. ഇപ്പം ഇവിടെ അവരെ ഐറ്റംസ് ഓഫ് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പോവാണ്. സീരിയസ്ലി ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. സീരിയസ്ലി അമ്മച്ചിനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം ഈ മൊമെൻ്റൊക്കെ തങ്ങളൊക്കെ വന്നു. അവരെ ബ്ലെസ്സിങ്സ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് കുറേ ഇവിടെ സ്വീറ്റ്സ്, ബദാം നട്ട്സ്, പിന്നെ സ്പെഷ്യൽ മന്തി ഉണ്ടായിരുന്നു. മന്തി ട്രൈ ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം. കൂടുതൽ ടേസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. എൻ്റെ അമ്മ തന്നെ പറഞ്ഞ കഥ. അമ്മച്ചിൻ്റെ ഒരു ചെറിയ ഒരു ടീ ഷോപ്പ് തുടങ്ങിയതും അമ്മ അത് കഴിച്ചതും ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും. പിന്നെ ഇപ്പോൾ വേറൊരു ഇൻസിഡൻറ്റ്, തങ്ങളിതാ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പം അമ്മമ്മേനെ കണ്ടു. അപ്പോൾ ആ ഒരു പോയിന്റും ാണ് എന്തോ എൻ്റെ ഒരു അമ്മച്ചി ഇവിടെ കാണാനില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ ബ്രൗൺ കഫേക്ക് ഒരുപാട് ഇനി അവർ പോട്ടെ. നല്ല ഡെലീഷ്യസ് ഫുഡായിട്ട് എല്ലാവരും മനസ്സ് നിറയ്ക്കാൻ പറ്റട്ടെ. നമുക്ക് ഇവിടെ ഷെയ്ക്കാ തോന്നുന്നു, ഷാർജ ഷെയ്ക്ക്. സൂപ്പർ. സ്നാക്സ് ആയിട്ട് നെഗറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ 2 types ഓഫ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഡ്രിങ്കും വാനിലയും. എല്ലാം മൊത്തത്തിൽ സൂപ്പറാണ്. നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം എന്തൊക്കെ സ്പെഷ്യൽസാണ് ഇവിടെ വേറെ ഉള്ളതെന്ന്. എന്തായാലും ഒരു ഗ്രാൻഡ് ഔട്ടർ എന്ന നിലയിൽ ഐ ഫീൽ സോ പ്രൗഡ്. കാരണം എൻ്റെ അമ്മച്ചിനുള്ളോണ്ടല്ല ഇപ്പോഴും ഈ ഒരു സ്പേസ് ഇപ്പോഴും നമ്മളിവിടെ തന്നെ നിർത്തുന്നത്. എത്രയോ പേര് ഇവിടെ അവരെ സ്ഥലമൊക്കെ ചുറ്റും എല്ലാവരും പോയി. ബട്ട് ഇപ്പോഴും ഇവിടെ തന്നെ അത് വെച്ചിരിക്കുന്നത് ഈ അമ്മച്ചൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്.
മന്തി ഇഷ്ടമായി. ഫസ്റ്റ് നമ്മള് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ശാരദാമന്ദിരം എടുത്തിട്ടുള്ള ബ്രൗൺ ബ്രെഡ് കഫേയിലാണ്. സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ഐറ്റംസ് ഫസ്റ്റാണ് നമുക്ക് ട്രൈ ചെയ്തത്. വാനില സ്ട്രോബെറി ഷേക്ക് നല്ല സൂപ്പർ കൂളിംഗ് എഫക്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സായിട്ട് നല്ല ഫ്ലേവർ സ്വീറ്റായിട്ട് ഫ്ലേവറായിരുന്നു. അത് കഴിഞ്ഞ് മന്തി ട്രൈ ചെയ്തു. മന്തിയിൽ പിന്നെ ഷേക്ക് ഉണ്ടായിരുന്നു. ഷാർജ ഷേക്കായിരുന്നു. രണ്ടും നല്ല ഫ്ലേവറായിരുന്നു. അപ്പോൾ എല്ലാവരും കോഴിക്കോടുള്ള എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. 95 സൂപ്പറായിരിക്കും. പുറത്തും ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം എല്ലാവരും വന്നിട്ട് സോ നമ്മളപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. മന്തി കഴിച്ചു, ബിരിയാണി കഴിച്ചു, കോഴി പൊരിച്ചു, മന്തി കഴിച്ചു, കോഴി ബിരിയാണി കഴിച്ചു, നഗ്ഗറ്റ്സ് കഴിച്ചു. സോ നമ്മളിവിടുത്തെ എല്ലാ ഫുഡും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊന്ന് ചെയ്യാം. ഇന്ന് നമ്മൾ നെഗറ്റ്സ് കഴിച്ചു. ഇവിടെ സ്റ്റാർട്ടേഴ്സ് രണ്ട് ടൈപ്പ് ഓഫ് ജ്യൂസും നെഗറ്റ്സും ആയിരുന്നു. സ്ട്രോബെറി ഷേക്കും വാനില ഷേക്കും നല്ല ജ്യൂസി നെഗറ്റ്സ് ആയിരുന്നു. ഓൾറെഡി ഞാനൊരു നെഗറ്റ്സ് ലവർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി നല്ല ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മന്തി ട്രൈ ചെയ്തു. മന്തി കുറേ ആയിരുന്നു. നമുക്ക് ഒരു ചെറിയ പോർഷൻ ഞാൻ ട്രൈ ചെയ്തു. നല്ല സൂപ്പർ സാധാ അൽഫാം മന്തി ആയിരുന്നു. നല്ല ജ്യൂസി റൈസ് ആയിരുന്നു. നല്ല ഫ്ലേവർഫുൾ റൈസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഷേക്ക് ഉണ്ടായിരുന്നു. ഷാർജ ഷേക്ക് ആയിരുന്നു. അതും നല്ല നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. കണ്ടോ? പിന്നെ അപ്പോൾ ഇതാ കഴിഞ്ഞു. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് ഇനി നല്ലൊരു വളർച്ച ഇവർക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കിനി ഇവർ കൂടുതൽ ഡിഷസ് അവർ പുതിയതായിട്ട് ട്രൈ ഔട്ട് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ് ബ്രൗൺ ബ്രിക് കഫേ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ സിസ്റ്റർ, അമ്മയുടെ സിസ്റ്റർ മോളാണ് വേഗവന്ത. അത് അമ്മയുടെ സിസ്റ്റർ, അമ്മ, ചേച്ചി, അമ്മമ്മ, അമ്മയുടെ ഹസ്ബൻഡ്, പിന്നെ ഞങ്ങൾ ഫാമിലി ഇവൻ്റാണ്. അപ്പോൾ ഇനോഗ്രേഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 10 മിനിറ്റിനുള്ളിൽ ഇനോഗ്രേഷൻ اللهم بارك قضيت لنا من امرك وليعاقبته خيرا. اللهم افتح لنا ابواب الخير وابواب البركه وابواب الرزق وابواب القوه وابواب العافيه في الدين والدنيا والاخره. اللهم ما قضيت لنا من امرك وليعاقبته خيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سيدنا محمد وعلى اله وصحبه اجمعين. السلام عليكم الحمد لله. All right.
എന്താ ചോദി പറയട്ടെ ഞങ്ങള് വേറെ പറയട്ടെ വേറെ പറയാം ബ്ലോക്കിൽ കുറച്ച് എല്ലാവരും